ലെജൻസ് ഉണ്ട് നമ്മുടെ മ്യൂസിക്കിൽ അല്ലേ? ശരിക്കും രഞ്ജിൻ ആരെ ഇൻസ്പയർ ഏറ്റവും കൂടുതൽ? ജോൺസൺ മാഷും രാജാ സാറും ബേസിക് ആണ്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മലയാളികൾക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. തീർച്ചയായും രാജാ സാർ ഭീകരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനോട്? പേടിയാണ്, ആലോചിക്കാൻ തന്നെ പേടിയാണ്. അല്ല, അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? പോയി കണ്ട് കാലിലങ്ങ് സാഷ്ടാംഗം പ്രണമിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, വർക്ക് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പേടിയാണ്. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര തീർച്ചയായിട്ടും അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചെറിയ കാര്യത്തിൽ പോലും പഠിക്കാൻ വലിയ വലിയ പാഠങ്ങളാണുള്ളത്. അത് ആക്ച്വലി നമ്മളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടെന്നാ പറയുന്നത് ലെജൻസിന്റെ കയ്യിൽ നിന്ന് അല്ലേ? വി ആർ നോട്ട് പെർഫെക്റ്റ്. നമുക്ക് ഇനിയും ഒത്തിരി പഠിച്ച ഒരുപാട് ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ ആയിരിക്കാം, ബട്ട് ഇറ്റ് മേക്സ് മോർ ഇമ്പാക്ട്. അതൊക്കെ പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് സത്യം തന്നെ അല്ലേ? ഓരോ പാട്ടും ഓരോ ലെസൺ ആണ് രാജാ സാറുടെ. ജോൺസൺ മാഷിന്റെ പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ പറയണ്ടല്ലോ. വേറെ പാട്ടുകൾ കേൾക്കുമ്പോൾ സ്റ്റഡി ചെയ്യാറുണ്ട്? ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമല്ലോ ചോദിച്ചു. നമ്മൾ എന്തായാലും അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതും കൂടെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കില്ല. അത് പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്.